ഹലോ. അപ്പം ഞാൻ പതിവ് പോലെ രാവിലെ വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഗുഡ് മോർണിംഗ് കേട്ടോ. എല്ലാ ദിവസത്തെയും പോലെ തന്നെ ഇന്നെന്താണ് കാപ്പി വെക്കുവാണ്. കാപ്പിയൊക്കെ വെച്ചിട്ട് ആ ജെല്ലൊന്ന് തുറന്നത് എന്തോ ഒരു തണുപ്പാണ്. ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് നല്ല സൂപ്പർ തണുപ്പാണ് കേട്ടോ. അപ്പോൾ ഇന്നലെ ഞാൻ കടല ഇത്തിരി വെള്ളത്തിൽ ഇട്ടിട്ടാണ് കിടന്നത്. കാരണം ഓൾറെഡി മാവ് ഇരിപ്പുണ്ടായിരുന്നു പാലപ്പത്തിൻ്റെ. കുറച്ച് കടല എടുത്തിട്ടതാണ്. പക്ഷേ അത് രാവിലെ കുതിർന്നൊക്കെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ഇഷ്ടം പോലെയായി. എന്താണേലും അത് കഴുകി വാരി കുക്കറിനകത്തോട്ട് കുറച്ച് ഉപ്പ് മാത്രം ഇട്ട് വെള്ളം ഒഴിച്ചിട്ട് അങ്ങ് വേവിക്കാൻ വെച്ചേ. അപ്പോൾ അതെല്ലാം ഒന്ന് വെന്ത് വന്നപ്പോഴത്തേക്ക് സവോളയും പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി ഇതെല്ലാം അരിഞ്ഞതും കൂടെ ചേർത്ത് നമ്മുടെ കടുക് താളിച്ചിട്ട് കടുക് വറുത്തിട്ട് അതിനകത്തിട്ട് ഇതെല്ലാം കൂടെ ഒന്ന് വഴറ്റിയെടുക്കുവാണേ. മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാല, മല്ലിപ്പൊടി ഇത്രയേ ഉള്ളൂ. ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. സത്യം പറഞ്ഞാൽ എല്ലാ കറിക്കകത്തും ഇടുന്ന മസാലക്കൂട്ടെന്ന് പറഞ്ഞത്, അല്ലെ മസാലകളെന്ന് പറയുന്നത് ഇതൊക്കെ തന്നെയാണ് അല്ലേ. മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാല, അല്ലെങ്കിൽ ചിക്കൻ മസാല, അല്ലെങ്കിൽ മീറ്റ് മസാല ഇതൊക്കെ തന്നെ ആയിരിക്കുമല്ലോ. അപ്പോൾ ഇതെല്ലാം കൂടെ നമ്മുടെ സവോളയൊന്ന് വഴണ്ടി വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ഈ പൊടികളെല്ലാം ചേർത്ത് ഒന്ന് വേവിച്ച് ഒന്ന് മൂപ്പിച്ചു. ഇന്നാണെങ്കിൽ മൊത്തത്തിൽ കുളവാന്ന് തോന്നില്ല, എല്ലാം തെറ്റാ പറയുന്നത്. പോട്ടെ. എന്നാലും ഇതെല്ലാം ഒന്ന് മൂപ്പിച്ചിട്ട് കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ചു. നമ്മുടെ കടലയ്ക്കകത്തെ ആ കടല വേവിക്കാൻ വെച്ചതിൻ്റെ വെള്ളമില്ലേ അത്, പിന്നെ ബാക്കി ആ കടലയും കൂടെ ചേർത്ത് ഒന്ന് ഇളക്കി അങ്ങ് എടുത്ത് വെച്ചേ. അപ്പോൾ ഇതെന്താ നോർമൽ കറിയാണല്ലോ, ഇതിനകത്ത് എൻ്റേതായ കയ്യൊപ്പുകളൊന്നും ഇല്ല എന്ന് നിങ്ങൾ വിചാരിക്കേണ്ട. ഉണ്ട്. ലാസ്റ്റ് ഞാൻ ഇച്ചിരി മാവ് കലക്കിയത് ചേർക്കുന്നുണ്ട്. എന്തിനാന്ന് വെച്ചാൽ ഇതൊന്ന് കുറുകി കിട്ടാൻ വേണ്ടി. അതായത് നീണ്ട ചാറുണ്ടെങ്കിൽ നമുക്കൊന്ന് കുറുകിയിരിക്കുന്ന കടലക്കറിയാണ് ഇഷ്ടമെന്നുണ്ടെങ്കിൽ ഇതുപോലെ ചേർത്താൽ മതി. ഇതിപ്പോൾ അരിപ്പൊടി ശകലം വെള്ളത്തിൽ കലക്കിയിട്ട് ചേർത്താലും പ്രശ്നമില്ല. കടല തന്നെ ഒന്ന് മിക്സിയിലിട്ട് അടിച്ചിട്ട് ചേർത്താലും പ്രശ്നമൊന്നുമില്ല കേട്ടോ. ഇതിലേതിട്ടാലും ചാറൊന്ന് കുറുകി വന്നോളൂ. അപ്പോൾ ഇതെല്ലാ പരിപാടികളും കഴിഞ്ഞിട്ട് ഞാൻ ചെറുക്കനെ വിളിക്കാൻ കയറിയതാണേ. ഇനി കുറേ സമയം അവിടെ തന്നെ നിൽക്കണം. കാരണം അവനെ ഒന്ന് വിളിച്ച് അവൻ ആദ്യമേ പറയുന്നത് ഒരു 5 മിനിറ്റ് ആയിരിക്കുമേ. അപ്പോൾ 2 മിനിറ്റ് കഴിഞ്ഞ് നമ്മൾ ഒന്നുകൂടെ വിളിക്കും. അപ്പോൾ അവൻ പറയും എന്നാൽ ഒരു 2 മിനിറ്റ് എന്ന് പറയേ. അപ്പോൾ അങ്ങനെ പറഞ്ഞ് അവസാനം ഒരു അടിയൊക്കെ കൊടുത്തു കഴിയുമ്പോൾ തന്നെ ഇങ്ങനെ എഴുന്നേറ്റ് പോരും. എന്നും ഇങ്ങനെയൊക്കെ തന്നെയാണ്. അല്ലെങ്കിലും പണ്ട് തന്നെ നമുക്കും ഇങ്ങനെയൊക്കെ തന്നെ അല്ലായിരുന്നു. രാവിലെ എഴുന്നേൽക്കാൻ എന്നോ മടിയാ. ഇപ്പോഴും മടിയാ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് രാവിലെ വാതിക്കത്തെ ഡോറൊക്കെ തുറന്ന് ജനലൊക്കെ തുറന്നിട്ട് ചില ദിവസം നേരത്തെ പോയി തുറക്കും, ചില ദിവസം പയ്യെ തുറക്കുള്ളേ. ഇത് ഞങ്ങളുടെ കൊക്കോ മരത്തിലെ കൊക്കോക്കായ. ഇതൊന്നും ഇപ്പം അങ്ങനെ ഇങ്ങനെ ഒന്നും കാണാനില്ലല്ലോ. ഈ ഏരിയയിൽ എനിക്ക് തോന്നുന്നു അങ്ങനെ ഇങ്ങനെ ആരുടെ വീടുകളിൽ ഇത് കണ്ടിട്ടില്ല. ഇത് പണ്ട് എപ്പോഴും അച്ചാച്ചൻ കൊണ്ട് വെച്ചിരുന്നതാണേ. ഇന്ന് അച്ചാച്ചൻ്റെ എല്ലാ സാധനങ്ങളും എടുത്തു കൊടുക്കാൻ ലച്ചു ഹെൽപ്പ് ചെയ്യുന്നത്. നമ്മളൊന്നും എന്തെങ്കിലും ഒരു സാധനം എടുത്തു കൊടുക്കാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൾ വരത്തില്ല. അല്ലെങ്കിലും പെമ്മക്കൊക്കെ എപ്പോഴും അപ്പന്മാരോട് കുറച്ച് സ്നേഹം കൂടുതലായിരിക്കുമല്ലോ. ഇന്ന് അച്ഛയുടെ വണ്ടിയെ പൊക്കോ, ഞാൻ എൻ്റെ വണ്ടിയെ പൊക്കോളാം എന്ന് പറഞ്ഞുകൊണ്ടുള്ള പോക്കാണ്. ഇന്നെന്തോ നല്ല മൂടായിരുന്നെന്ന് തോന്നുന്നു ആള്. അത് കാരണം വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ രാവിലെ അങ്ങ് പോയി. ചില ദിവസം കരഞ്ഞായിരിക്കും എഴുന്നേറ്റ് വരുന്നത്. അന്നത്തെ ദിവസം ഫുള്ള് വഴക്കായിരിക്കുമേ. എന്തെന്നാലും ഇന്ന് എന്താണേലും ആള് സെറ്റാണ്. അപ്പം ഈ അച്ഛയൊക്കെ പറഞ്ഞു വിട്ടിട്ട് നേരെ വന്ന് ചേട്ടായി കുളിക്കാൻ കയറിയ തക്കം നോക്കി അവൻ്റെ യൂണിഫോം എടുത്തിടുവാണേ. ഒന്നില്ല കരച്ചിലും ബഹളും, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കുരുത്തക്കേട് ഒപ്പിച്ച് വെക്കുക എന്നുള്ളത് പതിവ് പരിപാടിയാണ്. അപ്പം ഇന്നത്തെ കുരുത്തക്കേട് ഇതാ. ഇത് വലിയ പ്രശ്നമില്ല. അവിടെ ഇരുന്ന് കട്ടിലെ തന്നെ ആയത് കാരണം അതവിടെ ഇട്ടിട്ട് തന്നെ ഊരിക്കോളും ആള്. അപ്പം തിരിഞ്ഞും മറിഞ്ഞും ആ പരിപാടികളെല്ലാം നടത്തിക്കൊണ്ട് അവിടെ ഇരിക്കുമായിരുന്നു. കുറച്ചു നേരമൊക്കെ ഞാൻ വീഡിയോ എടുത്തു. അത് കഴിഞ്ഞ് ചേട്ടായി വന്നപ്പോഴത്തേക്ക് ചേട്ടായി തന്നെ ഊരിച്ചേട്ടാ. ചേട്ടായി വന്നു. ചേട്ടായി പറഞ്ഞു കേട്ട് ഉടനെ തന്നെ ഊരി. അല്ലെങ്കിൽ ഒന്ന് തരത്തില്ലെന്നൊക്കെ പറഞ്ഞൊരു കരച്ചിലും ബഹളമൊക്കെ പറയുന്നതാ. പക്ഷെ ഒന്നും പറഞ്ഞില്ല. എങ്ങനെയൊക്കെയോ വലിച്ചു കയറ്റി അങ്ങനെയൊക്കെ തന്നെ വലിച്ചൂരിയിട്ടുണ്ട് ആള്. അപ്പോൾ എല്ലാവരും വീഡിയോസൊക്കെ കാണണം കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകരുത്. ബെല്ലൈക്കൻ അടിക്കാൻ മറന്നു പോകല്ല. അപ്പോൾ അവർ തമ്മിലുള്ള കളിയും ചിരിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ചേട്ടായി പോയി. ഞാൻ ഫുഡ് കഴിച്ച പറ്റാത്ത. ബൈ ബൈ.